അക്കോർഡിംഗ് ടു യു ആസ് എ സിംഗർ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എന്തായിരിക്കും ഇതിനെ കുറിച്ചുള്ള? ഏത് കാര്യത്തിനും അതിന്റെ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെ. ഈ ഫുൾ ഓർക്കസ്ട്ര വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് സിംഗിൾ ടേക്കിൽ പാടുന്നത് എൻ്റെ ഒരു കരിയർ സ്പാനിൻ്റെ അകത്ത് വളരെ ചെറുതാണ്. അപ്പം ബാക്കി ആളുകളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള സ്ഥലവും കൂടി ഇല്ല. ഓൾമോസ്റ്റ് 10 years അത്രയേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് അന്നും ഈ നമുക്ക് ഓരോ കട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാവുന്ന പഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഈ റേഡിയോ സ്റ്റേഷൻസിലൊക്കെ ഈ സിംഗിൾ ട്രാക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ടേക്ക് അങ്ങനത്തെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഇതുകളുണ്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ റെക്കോർഡിങ്സ് ഞാൻ മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യും, അത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാടുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എല്ലാ മ്യൂസിഷ്യൻസും ഇരുന്നിട്ട് നമ്മൾ തെറ്റിക്കാണ്ട് ഒരു പാട്ട് പാടുക, അത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കേണ്ടി വരും. ആരെങ്കിലും ഒരാൾ ചെറിയ മിസ്റ്റേക്ക് ചിലപ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബാഡ് ഫീലിംഗ് ആയിരിക്കും. കാരണം ഇത്രയും പേര് സമയം സ്പെൻഡ് ചെയ്യല്ലേ. അപ്പൊ അതിന് വേണ്ടി ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഈ പാട്ട് പാടുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പലരും പല രീതിയിൽ പാടുന്നുണ്ട്. സിത്താരയ്ക്ക് അങ്ങനെ ഒരു ബോഡി പോസ്റ്ററോ അങ്ങനെ വല്ലതും പെർട്ടിക്കുലറിറ്റീസ് ഉണ്ടോ? ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് സോനു നിഗം, ശ്രേയ ഘോഷാൽ ഇവരൊക്കെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിന്റെ വീഡിയോസ് കാണുമ്പോൾ അവരെല്ലാം പല രീതിയിൽ അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. സിത്താരയുടേത് എങ്ങനെയാണ്? ഞാൻ ഈ വീഡിയോസ് എടുക്കുമല്ലോ റെക്കോർഡ് ചെയ്യണ ആൾക്കാർ, അപ്പൊ അപ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാവും. എനിക്ക് കുറച്ച് നെക്ക് ഇങ്ങനെ പൊന്തിച്ച് വെക്കാൻ ശീലമുണ്ട്. നല്ല ഹാബിറ്റ് അല്ല എന്നൊക്കെ പറയും ചില ഈ വോക്കൽ ട്രെയിനേഴ്സ് ഒക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ കൈ വെക്കും. അതെന്തിനാ എനിക്കറിയില്ല, എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് അത് അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്ക് ഞാൻ നോക്കിയപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പുതിയ വരുന്ന റിലീസസ് വള്ളിയും തെറ്റിയും പുള്ളിയും തെറ്റിയും ആൻഡ് ഓൾസോ ജേക്കബിന്റെ സ്വർഗരാജ്യം അല്ലെ, ഇതല്ലേ 2 റിലീസസ് വരുന്നത്. അതിന്റെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര നല്ലതായിരുന്നു രണ്ടും. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി സൂരജ് പുതിയ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഒരു ഭയങ്കര രസമുള്ള ഭയങ്കര എനർജി ഉള്ള ഒരു ടീമാണ്. അതിന്റെ ഡയറക്ടറായിട്ടുള്ള ഋഷി, അദ്ദേഹം ഉണ്ടായിരുന്നു റെക്കോർഡിംഗ് സെഷന്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയില്ലേ മുമ്പുള്ള പാട്ടുകളൊക്കെ കേട്ട് അവർക്ക് എന്ത് വേണം എന്നുള്ളത് ഉറപ്പായിരുന്നു സൂരജിന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി പാടാൻ. പിന്നെ ഒരു ഫോക്കിഷ് ട്യൂണാണത്. അത് പാടുമ്പോൾ നമുക്കൊരു ലൈവ് പെർഫോമൻസിന്റെ ഫീൽ ആയിരുന്നു. പിന്നെ അവര് അതിന്റെ എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സിന്റെയും അവർ റെക്കോർഡിംഗ് സെഷൻ കമ്പൈൽ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരിക്കൽ കണ്ടാൽ അറിയാം എത്രമാത്രം ഹാപ്പി ആയിരുന്നു അവിടെ വന്ന സിംഗേഴ്സ് എല്ലാവരും എന്നുള്ളത്. സിത്താര ഇത്രയും നാളും പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതായിരുന്നു? അതിപ്പോ പാടാമോ? ഇഷ്ടമുള്ള പാട്ട് എല്ലാം ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് ഇഷ്ടം പോലെ. ഏനുണ്ടോടിയാണെങ്കിൽ ഓരോന്നും ഓരോ രീതിയിൽ സ്പെഷ്യലാണ്. പക്ഷെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പാട്ട് എനിക്ക് വർക്ക് ചെയ്യാനൊക്കെ ഒരു സ്പേസ് തന്ന് MJയുടെ പാട്ട്, ജയന്ദ്രൻ സാറിന്റെ പാട്ട് തന്നെയാണ് കസിൻസിലെ. കണ്ണോട് കണ്ണിടയും കരിവണ്ടിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ, കണ്ണോട് കണ്ണിടയും മഴ തൂകവേ മൊഴി മാറവേ തരരാനന തനനാനന തനനാനന എന്താണ് പെണ്ണെ കണ്ണോട് നടുവുലജി സുലജാരേ നടുവുലജി സുലജാരാ ബലമാ 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 കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ, കണ്ണോട് കണ്ണിടയും പകലാറവേ വെയിൽ ചായവേ മഴ ചാരവേ മയിലാടവേ, പകലാറവേ വെയിൽ ചായവേ മഴ ചാരവേ മയിലാടവേ മറിമാൻ വിഴി നിന്നുടെ പൂങ്കവിൽ ഉള്ളിയതാരാണു പെണ്ണെ കണ്ണോട് നിന്റെ കണ്ണോട് കണ്ണിടയും കണ്ണിടയും ചിന്ന ചിന്ന സിறு பறவை பறக்குது வண்ண 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 கனவில் மிதக்குது எத்தனையோ ஆசை பூக்குது அத்தனையும் காதல் பேசுது. ഓക്കെ, റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. പക്ഷെ കുഴപ്പമില്ല, റാൻഡം ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഇൻ യുവർ സിംഗിങ്?
യേശുദാസ് സാറിന്റെ കൂടെ പാടിയത്. ഓക്കെ, ട്രൂ ഓർ ഫാൾസ് പറയണം, എത്ര പാഷനറ്റ് ആണെന്ന് പറഞ്ഞാലും മ്യൂസിക് ചിലപ്പോൾ ഒരു ജോബായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പാട്ട് പാടുമ്പോഴല്ല, പലപ്പോഴും സ്റ്റേജ് ഷോസിന്റെ ഭാഗമായിട്ട് ചെല്ലുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഒരു ടോട്ടലി ഡിഫറെന്റ് മൂഡായിരിക്കും. നമ്മളുടെ മൂഡ് ആ സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് പാടാൻ തോന്നുന്ന പാട്ടുകൾ വ്യത്യാസമായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടത് വേറെ ആയിരിക്കും. അപ്പം ഇത് ഫൈനലി ഇത് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളൊരു ജോലിയായി മാറും. ഓക്കെ, കുഞ്ഞിലെ ഈ പാട്ടുകൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഡീപ്പ് ഇംപ്രഷൻ ആയിട്ട് ഫോൾ ചെയ്യും. അങ്ങനെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് ലിസ്റ്റ്. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. പിന്നെ ചിത്ര ചേച്ചിയുടെ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. ഇതൊക്കെ പലപ്പോഴും കോമ്പറ്റീഷൻസിനെ കൊണ്ട് സെലക്ട് ചെയ്ത ഒരു അറ്റാച്ച്മെന്റ് ഈ പാട്ടുകളോട്. പിന്നീട് കുറെ പാട്ടുകൾ വേറെ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, അങ്ങനെ കുറെ. ഒരു മ്യൂസിക് ഡയറക്ടർ യു വുഡ് ലവ് ടു വർക്ക് വിത്ത്? ഓഫ് കോഴ്സ് എല്ലാവരുടെയും ഇപ്പോഴത്തെ എല്ലാ സിംഗേഴ്സിന്റെയും ഒരു ഡ്രീമാണ് റഹ്മാൻ സാറിന്റെ കൂടെ വായിക്കാൻ. റഹ്മാൻ സാറിന്റെ കൂടെ, രാജാ സാറിന്റെ കൂടെ. If not a singer, what would your career have been? ആലോചിച്ചിട്ടേ ഇല്ല ഞാനത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ടീച്ചിങ്ങിലേക്കായിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. കാരണം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം MPhilനുള്ളൊരു എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പം ഞാനും ആ ഒരു അച്ഛനും ഒക്കെ ആ ഒരു അക്കാഡമിക് അന്തരീക്ഷമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. Okay, 3 songs on your playlist. आपकी नजरों ने समझा प्यार के काबिल मुझे दिल. This one. ആ നിമിഷത്തിൻ്റെ നവ്രതിയിൽ ഞാനൊരാവണി തെന്നലായി. പിന്നെ अभी ना जाओ छोड़ के ये दिल अभी भरा नहीं. പഴയ പാട്ടിലാണല്ലോ.